ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവൾക്ക് പൊതുവഴിയിലൂടെ ധൈര്യപൂർവ്വം നടന്നു പോകാൻ പറ്റൂടാ. ആളുകൾ വിളിച്ചു പറയില്ലടാ, കഴിഞ്ഞ ദിവസം കവലയെ കിടന്ന് തല്ലുണ്ടാക്കിയവന്റെ ഭാര്യയാണാ പോകുന്നതെന്ന്. ഞാൻ നിങ്ങൾക്ക് ഏക്കർ കണക്കിന് പറമ്പും ബംഗ്ലാവും ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. തന്നിട്ടുണ്ട് വിലയേറിയ പലതും. വിദ്യാഭ്യാസവും വിവരവും വിവേകവും പൊതുമര്യാദയും സാമൂഹ്യബോധവും ഗുരുത്വവും അങ്ങനെ പലതും. അച്ഛന് നിന്നെ കുറിച്ച് അഭിമാനം തന്നെയായിരുന്നു ഈ കാര്യം അറിയും വരെ. അച്ഛൻ പോട്ടെ, അത് നിനക്ക് അറിയാതെ പറ്റിയൊരു പിഴവായിട്ട് തന്നെ ഇരിക്കട്ടെ. തെറ്റാർക്കും പറ്റാം. തെറ്റ് പറ്റുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തി ജീവിക്കണം. അത്രേ ഉള്ളൂ. ക്ഷമിക്കച്ച, ഇനി ഞാനത് ആവർത്തിക്കില്ല. പാവം, അവനൊരു അബദ്ധം പറ്റിയതാ മോളെ. മോൾ ക്ഷമിച്ചേക്ക്. വേണമെങ്കിൽ ആ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ മോളെ? ഇന്ന് പകലൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി. എന്നിട്ട് മോളെ, ഞാൻ പറഞ്ഞതാ തൽക്കാലം അതിന്റെ പുറകെയൊന്നും പോകരുതെന്ന്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. മോൾക്ക് അതിന്റെ ഗൗരവം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. പിന്നെ എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തണ്ടെങ്കിലേ? പത്മാവതി മാഡത്തെ ഞാൻ കണ്ടുപിടിച്ച് മോളുടെ മുമ്പിൽ കൊണ്ടുവച്ച് തരാം. അതുവരെ ഒന്ന് സമാധാനത്തോടെ നിൽക്ക്. എന്റെ അറിവോടുകൂടിയല്ലാതെ ഇനി പത്മാവതി മാഡത്തെ അന്വേഷിക്കരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ മോള് പോയിക്കോ. ഇന്ന് എനിക്ക് ഉറക്കം വരില്ല. മക്കളോട് ആരോടെങ്കിലും വഴക്കിട്ട എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെടും. അങ്കിളെ, അങ്കിളിന്റെ മോനെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. അഡ്വൈസ് ചെയ്തല്ലേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. രാജു വളരെ വളരെ നല്ലവനാ. വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായ കാരണം ഉണ്ടാവും. അങ്കിള് രാജുവിന്റെ കാര്യോർത്ത് വിഷമിക്കരുത്.